Hello friends, welcome to Aisha's Creations. നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പ വറുത്തതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ആദ്യമേ തന്നെ കപ്പ തൊലി കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഈ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഡ്രൈൻ ചെയ്യാൻ വയ്ക്കണം. എന്നിട്ടൊരു കിച്ചൺ ടവൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഈ കപ്പ നല്ലപോലെ തുടച്ചെടുക്കണം. ഇനി ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഉപ്പുവെള്ളം തയ്യാറാക്കണം. അതിനുവേണ്ടി 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 80 മില്ലിയെങ്കിലും വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്പ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും കുക്ക് ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരുപാട് കപ്പ ഒന്നിച്ചിട്ട് വറുത്തെടുക്കരുത്. അപ്പോൾ എല്ലാ കപ്പയും ഒരുപോലെ വെന്ത് ക്രിസ്പി ആയിട്ട് വരാൻ സാധ്യതയില്ല. ഇതിപ്പോൾ നല്ലപോലെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ കപ്പ മുഴുവൻ അരിഞ്ഞു വെച്ചതിന് ശേഷവും വറുത്തെടുക്കാവുന്നതാണ്. പക്ഷേ ഈ കപ്പകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടി എണ്ണയിലിട്ട് ഇടുമ്പോൾ ഓരോന്നായിട്ട് കപ്പ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വെതറി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കില്ല. അപ്പോൾ ഇതുപോലെ ഈ കപ്പ മുഴുവൻ നമുക്ക് വറുത്തെടുക്കാം. കപ്പ ഒരിക്കലും ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കപ്പ ഒരുപാട് എണ്ണ കുടിക്കും. അതുപോലെ കപ്പയുടെ സൈഡിലൊക്കെ കളറ് ചേഞ്ചായി വരുമ്പോഴേക്കും ഇത് ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ അന്നേരം നമുക്ക് കോരിയെടുക്കാം. അന്നേരം നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പ വറുത്തത് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.